ഗോഡ്ലിനെസ് എന്ന് പറഞ്ഞാൽ, ദൈവഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം ഓർക്കണം, ദൈവമാണ് എല്ലാം നിയന്ത്രിക്കുന്നൊരു അറിവ് നമ്മുടെ ഉള്ളിലുണ്ടാകണം. സംതൃപ്തിയോടുകൂടിയുള്ളൊരു ദൈവഭക്തി ഉണ്ടാകണമെങ്കിൽ എല്ലാം നിയന്ത്രിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്, അവിടുന്ന് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന ബോധ്യമുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട് 103-ാം സങ്കീർത്തനം അതിൻ്റെ 19-ാം വാക്യത്തിൽ, യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്ന രാജ്യത്വം, എല്ലാം നിയന്ത്രിക്കുന്ന രാജ്യം. ഇന്ന രാജ്യങ്ങളല്ല, ഇന്ന സ്റ്റേറ്റുകളല്ല, ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന സർവജ്ഞാനിയായ ദൈവം ആ സിംഹാസനത്തിൽ വാണരുളുന്നു. അതുകൊണ്ടൊരു ദൈവപേരിൽ പറയാൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം സ്വർഗത്തിലെ ദൈവം അറിഞ്ഞാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ദൈവം പറഞ്ഞ് നിസ്സാര കാര്യം വരെ കർത്താവിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ തലയിലെ മുടികൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. നമുക്കൊരു അത്ഭുതകരമായിട്ട് തോന്നുന്നുണ്ടോ? നമ്മളറിയുന്നില്ല, ഇന്ന് കഴിഞ്ഞ രാത്രി കിടന്നുറങ്ങിയപ്പോൾ എത്ര മുടി കൊഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? പില്ലോയെ എണ്ണി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നമ്മളത് നിസ്സാരമായിട്ട് കാണുന്നു. പക്ഷെ ദൈവം പറയുന്നു, അതുപോലും സ്വർഗത്തിലെ ദൈവം എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളെയും അനുഗ്രഹമായി നിയന്ത്രിക്കുന്ന ഒരു സ്വർഗീയ ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ലൈഫ് വിത്തൗട്ട് കംപ്ലൈൻറ്റ്സ്, പരാതിയില്ലാത്തൊരു ജീവിതമാണ് ശരിയായ ഗോഡ്ലിനെസ്, ശരിയായ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ. പരാതി, നമുക്കൊന്ന് എന്തെല്ലാം പരാതികളുണ്ടല്ലേ. രാവിലെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരാൾ ചിരിച്ചാൽ പറയുമോ, എന്നെ ഒന്ന് ആക്കി ചിരിച്ചാന്ന് പറയും. ചിരിച്ചില്ലെങ്കിൽ പറയും, അവരെന്തൊരു മനുഷ്യരെ, എന്നെ കണ്ടുകൊണ്ട് ചിരിച്ചു പോലും എന്ന് പറയും. അങ്ങനെ എല്ലാം പരാതി. കുടുംബജീവിതത്തിലാണെങ്കിലും, വീട്ടിലാണെങ്കിലും, കുഞ്ഞുങ്ങളുടെ ഇടയിലാണെങ്കിലും, ജോലി സ്ഥലത്താണെങ്കിലും, സഭയെ വന്നാലും എല്ലാം പരാതി. ദൈവത്തിന് ദാസനായ പൗലോസ് പറഞ്ഞു, നിങ്ങളെല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.